ഹലോ, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ആൻസറും അപ്പോൾ എന്നെക്കുറിച്ച്. അപ്പോൾ അത് അമ്മേനോട് ഞാൻ ചോദിക്കും, അമ്മ കറക്റ്റാണെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ മുറ്റത്തിരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരും. അമ്മക്ക് അറിയണമെന്നില്ല, അമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ചോദിക്കുന്നത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6/7/1998. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏത് ദിവസം തിങ്കൾ. പിന്നെ തിങ്കളാഴ്ചയാണ് അല്ലേ? തിങ്കളാഴ്ച 6/7/1998 ഡേറ്റ് ഓഫ് ബർത്ത്. ആയിരിക്കും വിഷയനും കന്നേരം വിഷയട്ടാ. പിന്നെ ഇത് വെയിറ്റ് 3500. നോർമൽ ഡെലിവറി 3500. ടൈം രാവിലെ 9:40. 9:40 AM. ഗവൺമെന്റ് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജുബൈരത്ത് ഡോക്ടർ. ഞാൻ ധനലക്ഷ്മിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജുബൈരത്തെ ഡോക്ടർ ആണെന്ന് സിസേറിയൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറാണ് എന്നെ എടുത്തത്. അപ്പൊ ഡോക്ടറെ കൂടെ ഞാൻ ഊട്ടിയിൽ നേരം കയറിയിരുന്നു. പിന്നെ നമുക്ക് അറിയോ നോക്കട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതല്ല? ഡ്രസ്സായാലും എല്ലാം. കളർ റെഡ് അല്ല, തെറ്റി. റെഡ് എനിക്ക് ഇഷ്ടമല്ല. അമ്മക്കല്ല റെഡ് ഇഷ്ടോ? ഞാൻ റെഡ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ അധികം വാങ്ങിത്തരുന്ന റെഡ് ആയിരിക്കും. പിന്നെ എനിക്ക് കളർ ഇഷ്ടം ഏതാ? നീല. നല്ല ഒരു ചാൻസും കൊടുത്തരാം. വൈറ്റ്. വൈറ്റും ബ്ലാക്കും. അതാടെ തുണി വീശിട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വൈറ്റും ബ്ലാക്കും വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറെ ഡ്രസ് ഉള്ളത് വൈറ്റും ബ്ലാക്ക് തന്നെയാണ്. എന്തോ അത് മറന്നു പോയിട്ടാണ്. അപ്പൊ ഒരു പോയിന്റ് പോയേ. എനിക്ക് വൈറ്റും ബ്ലാക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്ന് വെച്ചാല് എന്റെ പേര് ആരാ ഇട്ടത്, സെലക്ട് ചെയ്തത്? നിന്റെ പേര് സെലക്ട് ചെയ്തത് പിന്നെ വിളിച്ച അച്ഛന്റെ ഏട്ടനാണ് കേട്ടാ. അപ്പൊ എനിക്കില്ലേ ഫസ്റ്റ് വേറെന്തെല്ലോ പേരിടാൻ പോയി മനസ്സിലായി. അത് ഏച്ചിന്റെ പേര് കാവ്യ എന്നായോണ്ട് പിന്നെ അച്ഛൻ പറഞ്ഞു കാന്തി എന്നിടാ, ചിലവര് പറഞ്ഞു കല എന്നിടാന്ന് പറഞ്ഞു. അന്നേരം ഒരു പുതിയൊരു പേരായിരുന്നു, ഐശ്വര്യ എന്നുള്ള പേര് വന്ന ആ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ പിന്നെ വിളിച്ചൻ പറഞ്ഞു ഒരു ഐശ്വര്യമായിട്ടുള്ള ഓള് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എനക്കും ഇഷ്ടം ഐശ്വര്യ എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, അന്നേരം അച്ഛനോട് പറഞ്ഞു കലയും കാന്തിയും ഒന്നും വേണ്ട, ഐശ്വര്യ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 10th പഠിക്കുമ്പോ ഇല്ലേ എത്ര ഐശ്വര്യ ഉണ്ടെന്നറിയാം? ഐശ്വര്യ, PV ഉണ്ട്, OK ഉണ്ട്, CK ഉണ്ട്, അങ്ങനെ കുറെ ഐശ്വര്യ. പിന്നെ എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റില് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാനൊരു അമ്മയല്ല, ദോശ. എനിക്ക് ദോശയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി എന്തുണ്ടെങ്കിലും എനിക്ക് ദോശ ഇഷ്ടം അല്ലേ? ദോശ തന്നെ. ദോശനോട് കറി ചട്നിയും തക്കാളി എന്തായാലും കുഴപ്പമില്ല. തക്കാളിയാണ് എനിക്ക് ചെറുപയറൊന്നും എനിക്ക് ഇഷ്ടേ അല്ല. ചെറുപയർ കടലയൊന്നും ഇഷ്ടമല്ല. ചട്നിയോ പിന്നെ അല്ലെങ്കിൽ തിന്നു ചോദിക്കുന്നുണ്ടോ? ദോശ അതങ്ങനൊന്നുമില്ല, ഡിപ്പെൻഡ് എനിക്ക് വിശപ്പ് പോലെ. അതൊന്നല്ല, ദോശയെല്ലാം ഇഷ്ടം ദോശയാന്ന് പറയും. പക്ഷെ 2 3 ഇതുവരെ തിന്നിട്ടുണ്ടാവില്ല. അവിടെ ഹോസ്പിറ്റൽ കൊണ്ടുപോയാലും 2 3 കൊണ്ടുപോയാലും ഒന്ന് ചാടലാന്നാ പറയല്. അങ്ങനെയല്ലാന്നുള്ള അവസ്ഥ. എന്നാലും ഇഷ്ടം ദോശ തന്നെ. ഓക്കെ, സമ്മതിച്ചു, ദോശയാണ്. പിന്നെന്ന് വെച്ചാല് പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് രാത്രിയാണോ കൂടുതൽ സമയം ഇരിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാനാണോ മടി? അല്ലെങ്കിൽ മീൻസ് ഞാൻ രാത്രിയത്തെ ആളാണോ അല്ലെങ്കിൽ രാവിലെ? നീ രാത്രി 1 മണി 2 മണി വരെ വേണ്ടിട്ട് വെറും ഫോണ് നോക്കിയിട്ടായാലും വർത്താനം പറഞ്ഞിട്ടായാലും TV നോക്കിയിട്ടായാലും ഇരിക്കും. രാവിലെ 10 മണി ആകാതെ കണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നില്ലെങ്കിൽ എണീക്കൂല. രാവിലെ ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ പിന്നെ 6 മണി 5:45 6 മണിക്ക് എണീറ്റ് എല്ലാം കൂടി ചടപടക്ക് ചെയ്യും.
അപ്പൊ എന്ന് സൗണ്ട് അപ്പൊ ഞാൻ എനിക്ക് രാത്രി എത്ര സമയം എടുക്കും, പക്ഷെ എനിക്ക് രാവിലെ ആവില്ല കേട്ടാ. ഞാൻ നേരെ തിരിച്ചിട്ടല്ലേ നമ്മളെ അമ്മ നേരത്തെ അമ്മ 9 മണിക്ക് ഓഫ് ആവും. 9 മണിക്ക് നോക്കാവില്ല, ഒരു 10 മാക്സിമം 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. അങ്ങനെ രാവിലെ ഞാൻ 5 മണി 5:30 ആകുമ്പോൾ എണീക്കുകയും ചെയ്യും. അമ്മ ഓഫ് ആവും, ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പാടെ അമ്മ ഓഫായി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ നോക്കുമ്പോൾ ഇടിക്കും, പിന്നെ ആദ്യം ഓണാവും കുറെ സമയം. നീ കിടക്കുമ്പോ ഞാൻ വിചാരിക്കും എന്തോ പൊലന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കും. എന്നിട്ട് പിന്നെ കൊറേ സമയം അങ്ങനെ സംസാരിച്ചിട്ടെല്ലാം പോവും. അപ്പൊ അങ്ങനെ അമ്മ പക്ഷെ പൊളിച്ചൊക്കെ എണീക്കോട്ടെ, എനിക്ക് രാവിലെ പൊളിച്ചൊക്കെ എണീക്കണം എന്നാണ് എന്റെ വീഡിയോ കാണുന്നവരെല്ലാരും പൊളിച്ചൊക്കെ എണീക്കണം കേട്ടോ. ഇവിടെ പോലെ ഉച്ചക്ക് എണീക്കാൻ നിക്കറ്. അതെ, പക്ഷെ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയെല്ലാം എടുക്കുമ്പോ ഞാൻ ഉറങ്ങാണ്ട് നിക്കും കേട്ടാ. എത്ര സമയം വേണ്ടിയൊക്കെ ഉറങ്ങാണ്ട് നിക്കുവേ, എനക്കൊന്നും ഒരു ദിവസം പോലും ഉറങ്ങാണ്ടിരിക്കാനാവില്ല. വേണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ എന്റെ കല്യാണ ദിവസം ഏതാ? എന്റെ കല്യാണ ദിവസം വ്യാഴാഴ്ച. കാവ്യച്ചിന്റെ കല്യാണ ദിവസവും വ്യാഴാഴ്ചയാണ്. നമ്മളെന്തോ വ്യാഴാഴ്ചയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മുഹൂർത്തത്തിന്റെ ടൈം 11 മണിക്ക് 12 മണിക്ക് നടുക്ക് മധ്യായിരുന്നു. അപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. കുറെ പേര് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി. അപ്പൊ എല്ലാരും ഓഡിറ്റോറിയത്തിലേക്കല്ലേ വന്നത്. കുറച്ച് ആൾക്കാരെ വീട്ടിലേക്ക് ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം ഒരുപാട് ആൾക്കാരെ ക്ഷണിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ എന്താന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാർ എല്ലാം ഒരു എന്താ പറയാ, നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം. നമ്മളെ വീട്ടിൽ എത്ര സൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ഓഡിറ്റോറിയം കേട്ടോ. കുട്ടാവില് ഖദീജ ഓഡിറ്റോറിയം, നല്ല ഓഡിറ്റോറിയം. അതിന്റെ കുറച്ച് മുന്നേ എത്തി. പിന്നെ എനിക്കിങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവില്ലേ? അതായത് പറയേണ്ടത് ഒന്നെങ്കിൽ എഴുതല്, പാട്ടുപാടല്, ഡാൻസ് കളിക്കല്, അങ്ങനെ ഇങ്ങനെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള ഏതായതെല്ലാം. പാട്ട് പാടുമെല്ലാം ചെയ്യും, പക്ഷെ അതിപ്പോ എല്ലാം കുറച്ച് കുറഞ്ഞു പോയിട്ടാവുള്ളു പാട്ട് പാടലെല്ലാം. അതിപ്പോ ഒന്ന് പാടുന്ന ഒന്ന് കളിക്കുന്ന ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഡാൻസ് എല്ലാം നന്നായിട്ട് കളിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ ഡാൻസും കുറച്ച് കുറവാണ്, കളിക്കലെല്ലാം കുറവാണ്. എന്നാലും ഇപ്പൊ നമ്മളെ അമ്പലത്തിലെ ഇപ്പൊ കോട്ടത്തൊരു പരിപാടി വരുന്നുണ്ട്, തെയ്യത്തിന് കളിക്കാന്ന് പറയുന്നുണ്ട്. കളിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാനിവിടെ കൊറോണ ടൈമില് പരിപാടി കൂടിയിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടീന് കേട്ടാ കവിത എഴുതല്. എനിക്ക് കവിത എഴുതാൻ നല്ലോണം കവിത എഴുതും. അമ്മേനെ കൊണ്ടും അച്ഛനെ കൊണ്ടും അങ്ങനെയുള്ള ഒരു നല്ലൊരു കവിത, മലയാള കവിത എഴുതും. കവിത എഴുതലുണ്ട് കേട്ടാ. ഇപ്പം കൊറേ ആഴ്ച അങ്ങനെ കവിത എഴുതയില്ല. ഞാൻ ആട്ടിടപ്പ പോയിട്ട് ഒറ്റൊരു കവിത എഴുതുന്നു, അത് ഫിനിഷ് ചെയ്തിട്ട് പോലും ഇല്ല. ഒരു കവിത അമ്മ എനിക്ക് ആടുന്ന ഒരു വലിയ ഡയറിയും പെനലും നെഞ്ചോണ്ട് എഴുതിക്കും. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ അപ്പാടെ ഇങ്ങനെ എഴുതും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് കൊറോണ ടൈമിൽ നമുക്ക് വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ. കൊറോണ ടൈമിൽ തന്നെയാണ് എല്ലാ പരിപാടിയും വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മള് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അമ്മക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓണത്തിന്റെ സമയത്തായിരുന്നു. അന്നേരം നമുക്ക് ഇവിടെ പൂക്കള മത്സരം, പിന്നെ അങ്ങനെയെല്ലാം നമ്മള് വീടുകളിൽ നടത്തിയിട്ട്, പിന്നെ ഫോട്ടോഗ്രാഫി, അങ്ങനെ രചനാ മത്സരം, അനുഭവക്കുറിപ്പെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അഗിയേച്ചിയും, ഇന്നലെ ഞാൻ പറഞ്ഞ അഗിയേച്ചി ഉണ്ട്. ഏച്ചി ഇപ്പൊ അമേരിക്കയിലാണ്. അപ്പൊ ഏച്ചി ഞാനും കൂടിയിട്ട് ഈ നാട്ടിൽ നിന്ന് അവരെ ഇതിൽ നടത്തിക്കുന്ന പരിപാടി എന്തെല്ലാം ഉണ്ടായിരുന്നു. റെഡ് സ്റ്റാറിന്റെ ഉണ്ടായിരുന്നു, അവരതുണ്ടായിരുന്നു, അവരെ വായനശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എപ്പോഴും പരിപാടി തന്നെ. ചെറുപ്പത്തിൽ എപ്പോഴും പരിപാടിക്ക് എല്ലാ പരിപാടിക്കും പോകുന്നതാണ്. ഇപ്പം ചെറുപ്പത്തിൽ ഒരുപാട് പ്രൈസ് വാങ്ങിക്കൂട്ടായിരുന്നു. അങ്ങനെയല്ല, ഇഷ്ടമാണ് പരിപാടിക്കെല്ലാം കൂടാൻ വേണ്ടിട്ട്. അപ്പൊ അന്നേരം ശരിക്കും ചെറുപ്പത്തിലുണ്ടല്ലോ മോളെ, ഓണത്തിനും വിഷുവിനൊന്നും ഇവരെ വീട്ടിൽ കിട്ടൂല. നമ്മള് പിന്നെ ഇങ്ങനെ ഓണസദ്യ എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ കാത്തു നിന്നാലും ഇവര് സ്കൂൾ പരിപാടിയിലേക്കും ഉണ്ടാവും. വന്ന് ചോറ് വന്നാ വന്നു അത്ര തന്നെ. അങ്ങനെ ഞാൻ ഏച്ചി രാവിലെ ഓണത്തിന് തലേന്ന് സ്പോർട്സാ, പിറ്റേന്ന് ഇത്. അപ്പൊ രാവിലെ നമ്മള് വിടും അല്ലെ, രാവിലെ വിട്ട് അന്നേരം അന്ന് നമ്മളെന്തെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം സദ്യ, ഒരു ദിവസം ചിക്കൻ ആയിരിക്കും. അന്നേരം നമ്മൾ അങ്ങനെയല്ല, ചിക്കൻ വാങ്ങൂളൂ. അപ്പെങ്കിലും കൊറേ പിറ്റേന്ന് എല്ലാം നാടൻ സദ്യ ആക്കും. അപ്പൊ അന്നായിരിക്കും നമുക്ക് ഭയങ്കര ഇത്. ഇപ്പം പക്ഷെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ചിക്കനെല്ലാം അങ്ങനെ വാങ്ങാതെ ഒരു കുറച്ച് നാളെല്ലാം കൂടുമ്പോ ഒരു ചിക്കൻ വാങ്ങാതെ, എന്നാലേ ചിക്കനോടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക്. ഇപ്പൊ ഈ 2 ദിവസം എന്ന് പറഞ്ഞ പോലെ ഒന്നരാട മീന് വാങ്ങലും ചിക്കൻ വാങ്ങലും എല്ലാം ഒരുപോലെയായി ഇപ്പൊ. അന്നേരം അതുകൊണ്ടില്ലേ നമുക്ക് ആ ഫുഡിനോട് ഭയങ്കര ഇതായിരിക്കും. ഇന്ന് ചിക്കനല്ലേ പറയുമ്പോ പ്രത്യേകത തിന്നാനായാലും വെക്കാൻ നമുക്കും ഒരു ഇഷ്ടമായിരിക്കും. ഇപ്പം ചിക്കൻ ഇവള് വാങ്ങിക്കൊണ്ടുവരുമ്പോ തന്നെ ഞാൻ പറയും
എനിക്ക് വെക്കാനേ കഴിയല്ല എന്നുള്ള അവസ്ഥയിൽ പറയലാണ്. കാരണം വെച്ചാൽ ദിവസവും ചിക്കൻ ആകുമ്പോൾ ഒന്നരാടനല്ലോ. അപ്പം ശരിക്കും ആ വിഷു ആ ഓണം ഇപ്പൊ ഇല്ല. അയ്യോ എന്ത് രസായിരുന്നു. വിഷു ഓണം എന്നെല്ലാം പറഞ്ഞ ഭയങ്കര ഒരു ഇത്. അങ്ങനെ വിഷുക്ക് അതിനിട്ടെല്ലാം ഓർമ്മയുണ്ട് നമ്മളെ. അയ്യോ ഇവിടുന്ന് വിഷു കൈ കിട്ടിയപാട് തായല് വലിച്ചെന്റെ എടുക്കപ്പോ അവിടുന്ന് കിട്ടാൻ വേണ്ടി. പിന്നെ എനിക്ക് തായ വീട്ടിലേക്ക് പോകുന്ന വഴിക്കുന്ന ദേവിയിലും തരും. അതെ, അടുത്ത് വെല്ലുമ്മീന്റെ ആ വെല്ലുമ്മ തരും. നമ്മുടെ വീട്ടിലെ അമ്മേന്റെ അടുത്തിന്റെ മോളാണ് ദേവി എന്ന് പറഞ്ഞ. അവിടെ പോയിട്ട് കണി കാണും. അന്നേരം ദേവിയേച്ചി കൊടുക്കും കൈന്നിട്ടോ. എന്നിട്ട് അവിടുന്ന് അപ്പുറം വലിച്ചെന്റെ എടുക്കപ്പോ അങ്ങനെയല്ല. അന്നേരം അവിടുന്ന് കൈന്നിട്ടോ എന്തെങ്കിലും കണിയില് ഇങ്ങനെ വെച്ചതെല്ലാം നെയ്യപ്പം കലത്തപ്പം കഴിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയെല്ലാം കൊടുക്കും. അതെ, പോകും കഴിക്കുണ്ടാവും. പിന്നെ നമ്മളെ വീട്ടില് റബ്ബർ വെട്ടാൻ വരുന്ന ഗോവിന്ദൻ വെല്ലിച്ച് നമ്മളെ വീടിന്റെ അടുത്താണ്. ആ വെല്ലിച്ചൻ മരിച്ചുപോയി. വെല്ലിച്ചന്റെ അമ്മ ഭയങ്കരമായിരുന്നു. വെല്ലിച്ചൻ എനിക്ക് കൈനീട്ടം തരും. ഫസ്റ്റ് തന്നെ തരും. പൊലിച്ചൊക്കെ അന്ന് തന്നെ ഒരു കൈനീട്ടത്തിന് ഒരു എന്തോ ഒരു പ്രാധാന്യമാണ്. ആ 1 രൂപയെങ്കിൽ ആ 1 രൂപക്ക് വില. അന്ന് അത്രേ കിട്ടൂല. മാക്സിമം 5 രൂപയാണ് ഒരാൾ തരുക. അത്രയും തരൂല. 2 രൂപ 5 രൂപ. അതിനല്ല ഇന്ന് ഭയങ്കര അന്നത്തെ കാലം ഭയങ്കര ഇതാണ്. ഇപ്പം കുട്ടിക്ക് പൈസക്കും ഒരു വിലയില്ല. അങ്ങനെ കൈയിട്ടൊന്നും കൊടുക്കലേ ഇപ്പൊ അങ്ങനെ ഒരു അച്ഛൻ എല്ലാ കൊല്ലവും 20 രൂപയാണ് എനക്ക് കൈയിട്ടം തരുക. എല്ലാ കൊല്ലം. അത് ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 20 രൂപ കിട്ടിയാല് ആ അടുത്ത വർഷത്തെ കൈയിട്ടം കിട്ടുന്നവരെ ഞാൻ ആ പൈസ അങ്ങനെ വെക്കും. കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് 1 രൂപ കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അമ്പലത്തിൽ പോയ 1 രൂപ നമ്മളെ തരും. എല്ലാവർക്കും 1 രൂപ കൊടുക്കുക നമ്പൂരി. അത് വാങ്ങിയിട്ട് വരാന് ഇവരപ്പാട് ചായയും കുടിച്ച് കണി കണ്ട് ഇടുന്ന അപ്പാട് അമ്പലത്തിൽ പോകും. പുതിയ ഡ്രസ് അതിപ്പോ എന്ത് ഓണം വിഷു ആയാലും കോടി അത് അമ്മ ഒരിക്കലും വാങ്ങി തടഞ്ഞിട്ടില്ല അല്ലെ. പിന്നെ ഇവരെ പിന്നെ കോടി കൊണ്ട് കൊടുക്കും. ആരെന്ന് വെച്ചാല് പിന്നെ അച്ഛന്റെ പെങ്ങളുണ്ട്. പിന്നെ അങ്ങ് നന്ദിനി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഏട്ടൻ പോയതിന് ശേഷം എല്ലാ വർഷവും എന്റെ മക്കള് ജോലി ചെയ്ത് സ്വന്തമായിട്ടൊരു എന്നാ ഡ്രസ്സ് വാങ്ങാനാന്നിടത്തോളം കാലം ചേച്ചി അത് എത്ര പറഞ്ഞാലും എനിക്ക് ആവില്ല. ചേച്ചി എല്ലാ കൊല്ലവും എല്ലാ ഓണം വിഷു ആകുമ്പോഴേക്ക് തലേന്ന് ചേച്ചിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും പെങ്ങളെ മോനുണ്ട് മരുവൻ ഓന്റെ കൈമേൽ കൊടുത്തേക്കും. അല്ലെ ചേച്ചി ഒരു പാച്ചലായാലും ചേച്ചി വന്ന് വരും. അവർക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചേച്ചി വന്ന് എല്ലാ കൊല്ലവും എന്റെ മക്കൾക്ക് കൊടുക്കും. ഓണം വിഷു അപ്പൊ നമുക്ക് 2 കോടി ഉണ്ടാവും. ഒന്ന് സുര്യാട്ടം കൊണ്ടുതരും, പിന്നെ ഒന്ന് അമ്മ. അതാര് വാങ്ങിത്താലും ഞാനൊന്നും വാങ്ങും. ഞാൻ മയിലിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കും. എങ്ങനെ ഉണ്ടാക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. അല്ല അതിന് പുറമേ ആയിട്ട് ചേച്ചി ഇങ്ങനെ വാങ്ങിക്കൊടുക്കും. അതെല്ലാം എന്റെ മക്കൾ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരാൾ കൊണ്ടു കൊടുത്താല് നമ്മളത് എന്താ പറയണ്ടത്, നമുക്ക് എപ്പോഴും അതൊരു എഴുതി വെച്ച പോലെയായിരിക്കും. നമുക്കതൊരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ഇഷ്ടംപോലെ വാങ്ങുന്നേ ഇടുന്നേ. പക്ഷെ അതൊന്നല്ല, നമ്മളാ കാലത്ത് ആരാന്നോ കൊണ്ടു കൊടുത്തിനി അത് നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. ഇപ്പൊ ഇവര് പറയും അമ്മ അന്ന് നന്ദിനി വല്യമ്മ കൊണ്ടു തന്നത്. ഇപ്പം പറയും. ഇപ്പൊ ഇതിനിടെയും കൂടി പറഞ്ഞിനി. പക്ഷെ പിന്നെ അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അതൊന്നും പക്ഷെ മറക്കാൻ കഴിയില്ല. നമുക്ക് വന്ന വഴി മറക്കരുത്. അയ്യോ വന്ന വഴിയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചേച്ചി അങ്ങനെ എല്ലാ ഓണവും വിഷു ചേച്ചി എന്റെ മക്കളെ കാണാൻ വരികയും ചെയ്യും. തലേന്നാ വരുവാ ചേച്ചി. എന്നാ എന്റെ വീട് അടുത്തുള്ള എന്റെ ഒരു ചങ്ങായി ഉണ്ട്, രാധ എന്ന് പറഞ്ഞ. ഓള് പറയണേ നിന്റെ ചേച്ചി വന്നിനല്ലേ. അവർക്കറിയാം ചേച്ചി എങ്ങനെയാലും. പിന്നെ അന്നേരം നമുക്ക് മുറ്റത്തോളം അങ്ങനെ വണ്ടിയൊന്നുമില്ല. അപ്പോൾ അപ്പുറത്തെ അവിടെ നിർത്തിയിട്ടാണ് ചേച്ചി വണ്ടി അവിടെ വെച്ചിട്ടാണ് വരും. അന്നേരം അടുത്തുള്ളവരെല്ലാം കാണുമല്ലോ. അപ്പോൾ പിന്നെ അവർ പറയും ആണേ പിന്നെ പിള്ളേർക്ക് ഡ്രസ്സും കൊണ്ട് വന്നിയായിരിക്കും അല്ലേ സുമയെന്ന് പറയും. ഞാൻ പറയാം അത് പറയുമ്പോൾ എനിക്കൊരു ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു സന്തോഷം പോലെ എനിക്ക് ഉണ്ടാവുക. കാരണം വെച്ചാൽ ഇനി അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെ ആൾക്കാർ ഒരു പണ്ട് പറയില്ല ഒരു തുണി ഒരു കണ്ടം തുണി കൊണ്ട് കൊടുക്കുന്നതിന് അതിൻ്റെ ഒരു വില ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കും. ചേച്ചിന് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇപ്പോൾ ഏട്ടെല്ലാം മരിച്ചു, ചേച്ചി സുഖമായിട്ടിരിക്കുന്നുണ്ട്, മക്കളും എല്ലാം സുഖം തന്നെ. അങ്ങനെ എന്റെ കല്യാണത്തിനെല്ലാം സജീവായിട്ട് എല്ലാവരും ഉണ്ടേനു. ചേച്ചി അന്ന് വന്ന് പോയതാണ്. പിന്നെ സൽക്കാരത്തിനും അങ്ങനെ ഇവളെ കല്യാണത്തിന് അടുപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങൾക്ക് വന്നതേ ഉള്ളൂ. പിന്നെ വരാനൊന്നും പറ്റിയില്ല. പിന്നെ എല്ലാരും അങ്ങനല്ല, അച്ഛന്റെ വീട്ടുകാർ തന്നെ എല്ലാരും നമ്മളോട് അങ്ങനെ കാണിക്കുന്നോണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ നിന്നതും. ശരിക്കും രണ്ടാളും പിന്നെയും പോയിട്ട് അല്ലെങ്കിൽ പിന്നെ ഏതോ നാട്ടില് എന്റെ നാട്ടിൽ തന്നെ പോയിട്ടുണ്ടാവും. ശരിക്കും വെച്ചാല് നമ്മളെല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് മാറും. അങ്ങനെയല്ലേ അവർക്കൊരു ബാധ്യതയാകാതെ വിധത്തില് ഞാനിവിടെ നിന്ന് വളർന്നത് ഇവരെ ഒരു പരസ്പര ഒരു ഇത് കൊണ്ട് തന്നെയാണ്. നാട്ടുകാരതായാലും മിക്കില്ല, ബന്ധുക്കളതായാലും മിക്കില്ല. അത് അമ്മേന്റെ അനുഭവം പറഞ്ഞ ഫസ്റ്റത്തെ വീടിന് കേട്ടോ. അതെല്ലാരും ഒന്ന് കാണണേ. അത് കണ്ടാല് തിരിയും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ ഞാനിന്ന് വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരുന്നു. അപ്പൊ അമ്മ ഈ ആൻസർ എല്ലാം പറഞ്ഞ കറക്റ്റാണ്.
കാരണം അമ്മക്ക് അറിഞ്ഞിട്ടല്ലേ എനക്കറിയില്ലു. ഞാൻ വെച്ചു നീ ഇവള് പറഞ്ഞ അമ്മേനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഞാൻ വെറുതെ കുറച്ചൊരു എന്റെ ക്വസ്റ്റ്യൻ അല്ലേ, ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ അല്ലേ ഇതൊക്കെ. കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട് ഞാൻ അത്രേ വെയിറ്റ് അങ്ങനെ പറയല, കഷ്ടപ്പെട്ട് പ്രസവിച്ചിട്ട്. അപ്പൊ അമ്മേനെ രണ്ടും നോർമൽ ഡെലിവറി. അങ്ങനെ ആ നോർമൽ ഡെലിവറി, രണ്ടാളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, രണ്ടാളും നോർമൽ ഡെലിവറിയാണ്. ഒരാള് കൊയിലി ഹോസ്പിറ്റലിന്, ഇവള് ഏച്ചെന്നെ പറയും നിന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അന്ന് കാവ്യ പറയും ആദ്യത്തേതായോണ്ട് ഇഷ്ടംപോലെ നമുക്ക് പൈസ ഉണ്ടേനല്ലോ അന്നേരം, അതുകൊണ്ടായിരിക്കും അമ്മ കൊയിലിയിൽ അഡ്മിറ്റ് ആയിനല്ലേ. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ജുബൈരത്ത് ഡോക്ടർ ഭയങ്കര നല്ല ഡോക്ടറിന്, അതുകൊണ്ടാണ് നമ്മൾ ഗവൺമെന്റ് കാണിച്ചിന്. പിന്നെ പ്രസവം നിർത്തുകയൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് പിന്നെ അവിടെ കാണിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് അന്നേരം അങ്ങനത്തെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെയല്ല, പിന്നെയും അമ്മ ആ ബുദ്ധിമുട്ടൊന്നും നമ്മളെ അറിയിച്ചിട്ടൊന്നും ഇല്ല കേട്ടാ. അങ്ങനെയല്ല ഒന്നും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടില്ല. വലിയൊരു ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ എന്നാ പറയണ്ട, ആവറേജ് ആയിട്ട് അങ്ങനെ എല്ലാം ഇങ്ങനെ നടത്തിയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇത് എനക്ക് വേണ്ടി ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസാണ്. ഞാൻ വെറുതെ അമ്മയോട് ചോദിച്ചതാണ്. അപ്പോൾ അമ്മയിൽ എന്നെ ഒറ്റത് തിരിച്ചില്ല, എൻ്റെ കളറ് മാത്രല്ലേ. ആ കളറ് മോളെ ഞാൻ വിചാരിച്ചത് എനിക്ക് റെഡാന്ന്. റെഡും കുറെ വാങ്ങലുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അതെ ശരിയാണ്, ഒക്കെ ബ്ലാക്കും വൈറ്റും ആണ് എനിക്ക് ഇപ്പം വരെ. എനിക്ക് ബ്ലാക്കും വൈറ്റും ഒരുപാട് ഡ്രസ്സ് ഇപ്പം വാങ്ങുന്ന അത് തന്നെയാ വാങ്ങുക. പക്ഷെ എല്ലാ കളറും ഉള്ളത് കൊണ്ട് ഏതാണോ ബ്ലാക്കാണോ റെഡാണോ ബ്ലൂ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, അതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാം ചെറിയ ചെറിയ വീഡിയോ ആണ്, നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ അതെ, നമ്മളെ വീഡിയോ കാണുന്നവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മക്ക് എങ്ങനെയുണ്ട്, അമ്മ ഓക്കെ ആയോ, കുറേ പേര്. അപ്പൊ ഇത്രയും പേര് എന്റെ വീഡിയോ കാണുന്നത് നോർമലായി എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാല് ഇനിയിപ്പോ ഇവള് ആദ്യം അങ്ങോട്ടേക്ക് പോയാൽ എനിക്ക് ടെൻഷൻ കൂടും കേട്ടാ. ഓ പിന്നെ മോള് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നോ അങ്ങനെ ഇങ്ങനെയെന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു ടെൻഷൻ കൂടും. ഇപ്പൊ ഇവിടെ ഉണ്ടാവുമ്പോ മിഞ്ഞാന്ന് ടെൻഷൻ കൂടിയതെന്നാന്ന് അറിയില്ല. അങ്ങനെ മിഞ്ഞാന്ന് ടെൻഷൻ കൂടുതൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഈവനിങ് ഡ്യൂട്ടിക്ക് പോയി ഇവിടെ പറയാം അമ്മേ മുട്ടക്കന്ന് വരുമ്പോ നായി ഉണ്ട് അമ്മേ, നായിനെ പേടിയാന്ന് എന്നെല്ലാം പറയും. അപ്പൊ പിന്നെ അങ്ങനെ രാത്രി വരുമ്പോ ടെൻഷനാണ്. നമ്മളിവിടെ കുന്നാണ്, ആ കുന്നിന്റെ മേലെ തന്നെ നായി ഓടിച്ചിട്ട് ഞാൻ എന്റെ അമ്മ പേടിച്ച് ഞാൻ ഒരു ദിവസം നായി ഓടിച്ചിട്ടും. പക്ഷെ ഇവക്ക് നായിന് എന്തോ ഒരു പേടിയാണ്. അത് വൈക്കിന്റെ നായിണ്ട്. ആ അപ്പോ നായൊന്നും അങ്ങനെ ചെയ്യുന്ന നായൊന്നല്ല, പക്ഷെ അത് ഇവക്കെന്തോ നായിന് ഒരു പേടിയാണ്. അപ്പൊ പിന്നെ പക്ഷെ നായി വേഗം തന്നെ ഓടിച്ചിട്ട് എന്റെ സ്കൂട്ടിയെ തൊട്ടിപ്പുറത്തെത്തി. ചെയ്യുന്നില്ല അന്നേരം എനിക്ക് ഇറങ്ങാനൊന്നും കഴിയുന്നില്ല പേടിച്ചിട്ട്. അപ്പൊ നായിനെ പേടിയുള്ളവരാരും കൊണ്ട് കമന്റ് ചെയ്യണേ, ഭയങ്കര പേടിയാണ്. ഇന്നിപ്പോ അമ്മയും ഞാനും കൂടി വരുമ്പോ തന്നെ നായി ഉണ്ടായിരുന്നു. ഞാൻ അമ്മേനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് നടക്കാൻ പറഞ്ഞു. എനിക്ക് പോയി ചില നായി സ്കൂട്ടി വരുമ്പോ ഇങ്ങനെ പുറകിൽ തന്നെ ഓടി വരും. അപ്പൊ പറഞ്ഞു നമ്മളിടയിലോ കാട് കയറിപ്പോയി അല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും